സോ ഗൈസ് വെൽക്കം ബാക്ക് AR ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നമ്പർ 1 വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ തന്നെ ചാനലെന്ന് ഞാൻ പിന്നെയും എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ബിഗ് ബോസ് ഇല്ല എന്ന് ഒരുപാട് ചാനൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് 25,000 സബ്സ്ക്രൈബ് ഉള്ളതുകൊണ്ട് അതിൽ ഓൾമോസ്റ്റ് ഒരു 2000-ൽ പുറത്ത് ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അത് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അവരൊന്ന് മെസ്സേജ് ആക്കി ചോദിക്കുകയാണ്, ചേട്ടാ ഇതുപോലെ ബിഗ് ബോസ് ഇല്ലേ, ബിഗ് ബോസ് ഇല്ലേ, ബിഗ് ബോസ് ഈ വർഷം ഇല്ലേ, സീസൺ ഇല്ലേ, ഐഡിയാസ് ആസിംഗർ സ്റ്റാർട്ട് ചെയ്തല്ലോ, കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണോ എന്ന്. പിന്നെ അതുപോലെ തന്നെയാണ് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടാ സ്പീഡ് ഒന്ന് കുറച്ച് പറയൂ, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകണോണ്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പയ്യെ പറയാൻ ആഗ്രഹിക്കുന്നു. എടാ ഇതിപ്പം തമിഴ് ബിഗ് ബോസ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് എവിക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമിഴ് ഓൾമോസ്റ്റ് കഴിയാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തമിഴ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എല്ലാവരും നോക്കി നിൽക്കുന്നത് മലയാളത്തിലേക്കാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ചെന്നൈയിലായിരിക്കുമോ മുംബൈയിലായിരിക്കുമോ ഇതിടുന്നത് എന്നാണ് ഏറ്റവും ഇതായിരിക്കുന്നത്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ IPL സ്റ്റാർട്ട് ചെയ്യണ അതേ സമയത്താണ് ബിഗ് ബോസും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ രണ്ടും കൂടെ കാണുന്നതിൽ കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാവർക്കും ഇല്ലേ. ഞാനൊക്കെ IPL ആണ് കൂടുതൽ കാണുന്നത്, പിന്നെ ബിഗ് ബോസ് ഒക്കെ സാധാരണ ഹോട്ട്സ്റ്റാറിലായിരുന്നു കാണുന്നത്. അപ്പോൾ അതാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഉണ്ടോ എന്ന് വെച്ചാൽ എടാ ബിഗ് ബോസ് എല്ലാ വർഷവും ഉള്ളത് തന്നെ. പിന്നെ ഈ ഫേക്ക് ന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ പേര് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. എല്ലാ ന്യൂസും നിങ്ങളെ വിശ്വസിക്കാൻ പോകരുത്. ഫോർ എക്സാമ്പിൾ 2-3 സീസൺ കഴിയുമ്പോൾ എല്ലാവരും ഓരോ യൂട്യൂബ് ചാനൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയും ലാലേട്ടൻ മാറുന്നു, മമത വരുന്നു, ഇവർ വരുന്നു, അവർ വരുന്നു, ഇങ്ങനെ വരുന്നു, ലാലേട്ടൻ സുരേഷ് ഗോപി ആവുന്നു, മമ്മൂക്ക വരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാ സീസണും വരും, ലാലേട്ടൻ തന്നെയാണ് വരുന്നത്, വേറെ ആരുമല്ല ഹോസ്റ്റ് ചെയ്യാൻ വരുന്നത്, അത് മനസ്സിലാക്കണം. പിന്നെ സീസൺ ലേറ്റാവും കാര്യം പിന്നെ കുറേ പേര് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ സിനിമ ഉള്ളത് കൊണ്ടാണോ ലേറ്റാവുന്നതെന്ന് ചോദിച്ചായിരുന്നു. ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ സിനിമ എന്ന് വെച്ചാൽ ബുക്ക് മൈ ഷോയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഈ മാസം അവസാനം ഇന്നലെ വരെ എന്നൊരു മൂവിയുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തിയേറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം എമ്പുരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെയാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങാൻ ലേറ്റായി ഇങ്ങനെ നീട്ടി പോകുന്നതെന്ന്. കാര്യം ഓഡിഷൻ പോലും ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓഡിഷൻ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് പറയാം ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോഴത്തേക്ക് എന്തായാലും ഇനിയിപ്പോൾ പ്രൊമോയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ കോമൺ ആൾക്കാർ അങ്ങനെ അതൊക്കെ എടുക്കാമെന്ന് പറയാം. പക്ഷേ ഇപ്പോഴും പ്രൊമോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതാണ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങില്ലെന്നല്ല, പക്ഷെ കുറച്ച് സമയമെടുക്കും, മനസ്സിലായി. ഇപ്പോൾ ഐഡിയാസ് ആസിംഗിൻ്റെ ഓഡിഷനാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഡിയാസ് ആസിംഗിൻ്റെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിലും ഫേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം ഏഷ്യാനെറ്റിലെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഐഡിയാസ് ആസിംഗറിൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ അതൊക്കെ ഫേക്ക് ഓഡിഷനൊക്കെ അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. പൈസയൊക്കെ മേടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്ത് സിമ്പിൾ ഐഡിയ പറഞ്ഞത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആരെങ്കിലും ഫ്രണ്ടോ ആരെങ്കിലും കഴിഞ്ഞ സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. കാര്യം അവർക്ക് ഇതിലേക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കറക്റ്റ് എനിക്കറിയില്ല. അവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും, അവർക്കൊക്കെ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രൊമോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ആൾക്കാരെ അവർ ലിസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 40-50 ആൾക്കാർ അവർ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ, സെക്കൻഡ് ലിസ്റ്റ് ഞാൻ ഒരു 6 മണിയാകുമ്പോൾ ഇടും. ഇതൊക്കെ എനിക്കൊരു ഫ്രണ്ട് അയച്ചു തരുന്നതാണ്, അവനാണ് അതിലവിടെ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ 2 ലിസ്റ്റിലുള്ളവർ അവർ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഓഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ഓഡിഷൻ കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഓഡിഷൻ എന്ന് വെച്ചാൽ ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് തീർക്കാനേ ഉള്ളൂ. അപ്പോൾ അവരെ കയ്യിൽ ലിസ്റ്റുണ്ട്, ആരൊക്കെയാണ് വിളിക്കേണ്ടത്, ആരൊക്കെയാണ് വേണ്ടതെന്ന്. അങ്ങനെ അവരെ കയ്യിൽ ഒരു 60 ലിസ്റ്റുകളും കാണും. 60 100ൻ്റെ അകത്തുള്ള പേര് കാണും. കേരളത്തിലുള്ള എല്ലാവരും കാണും. RJ കാണും, പിന്നെ അതുപോലെ തന്നെയാണ് ആങ്കർ കാണും, പിന്നെ അതുപോലെ തന്നെയാണ് സിനിമ, സീരിയൽ, പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയ, യൂട്യൂബർ, കണ്ടൻറ് ക്രിയേറ്റർ, അങ്ങനെ വ്യത്യസ്ത മേഖലയുള്ള എല്ലാവരും എല്ലാവരും കാണും. അപ്പം പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, നല്ല റീച്ചൊക്കെ ഉള്ള ചേച്ചി, പേര് എനിക്കറിയോ, ശ്രീകുട്ടിയാണ് എന്തോന്ന്. ആ ചേച്ചിയൊക്കെ വിളിക്കുന്നതാണ്. ആ ചേച്ചി പോകില്ലെന്ന് അറിഞ്ഞൂടാ, അവർക്കൊക്കെ കുറേ അറിയാമായിരിക്കുമല്ലോ, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പോണേ പോട്ടു. സോ ഗൈസ്, ഇതാണ് സംഭവം. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറേ പേരൊക്കെ പറയണം അയ്യോ സ്റ്റാർട്ട് ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ സ്കൂൾ ഓപ്പൺ സമയത്തായിരിക്കും മിക്കവാറും ചാൻസ് കൂടുതൽ. ഒരു ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്തായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാര്യം ഇപ്പോഴും ഓഡീഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ളവർക്ക് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവർ ഫുൾ ചെക്ക് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ എടുക്കും. പിന്നെ അതുപോലെ തന്നെ 3 തരം ഓഡീഷനൊക്കെയാണ് പോകുന്നത്. അത്
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് നിങ്ങൾ അറിയണ്ടല്ലോ. കാര്യം നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലേ എന്നല്ലേ. ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും സമയമെടുക്കും. കാര്യം ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പ്രൊമോ വരാത്തത്. പ്രൊമോ വരാത്തതുകൊണ്ടാണ് ഒന്നും വരാത്തത്. ലാലേട്ടൻ 2 സിനിമകൾ വരാനുണ്ട്. അപ്പോൾ മേ ബി ഇനി കുറച്ച് സമയമെടുക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ഗൈസ് എന്തായാലും ഈ വർഷം ഉണ്ടാവും. കാര്യം നമ്മൾ എല്ലാ വർഷം കാണുന്ന ഒരു സീസണാണ് അല്ലേ. എല്ലാ വർഷം ആകുമ്പോൾ ഓരോ സീസണായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും സീസൺ ഉണ്ട്. ഈ വർഷവും സീസൺ ഉണ്ടായിരിക്കും. അതിൻ്റെ സെറ്റ് ഒരിടത്ത് ഇട്ടിട്ടില്ല. മേ ബി എനിക്ക് കൊണ്ട് തമിഴ്നാട്ടിലായിരിക്കും, ചെന്നൈയിലായിരിക്കും. കാരണം ചെന്നൈയിലത് ലാസ്റ്റ് വീക്കിൽ എവിക്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യം രാത്രി പ്രൊമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ തമിഴിൽ ലാസ്റ്റ് എവിക്റ്റ് നടന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയില്ല. കാര്യം ഈ റൗണ്ട് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരാൾ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് തമിഴ് തീർന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ് സെറ്റ് മാറ്റിയിട്ട് മേ ബി ഏറ്റവും കൂടുതൽ എളുപ്പം ബിഗ് ബോസ് അവിടെ ചെന്നൈയിലിടാനാണ്. കഴിഞ്ഞ വർഷം ചെന്നൈയിലായിരുന്നു, മിക്കവാറും ഈ പ്രാവശ്യം ചെന്നൈയിലായിരിക്കും. അപ്പോൾ അവർക്ക് സെറ്റ് ഇടാൻ എളുപ്പമുണ്ട്. കാര്യം ഇവർ പൊളിക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ സെറ്റ് കയറ്റിയിട്ട് പുതിയ സെറ്റ് ഇടാൻ എളുപ്പമുണ്ട്. സോ ഗേസ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേറെ പിന്നെ ചിലവരൊക്കെ ഓഡിഷൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്ത് പോകും. അങ്ങനെയൊന്നും പോലൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഗൈസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രയോജനപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലടിക്കാം, എന്ത് വേണോ ചെയ്യാം. സോ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. AR ആകാശ്.